നീ ദുനിയാവിന് നിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഓതപ്പെട്ടപ്പോ നീ പൊട്ടനെ പോലെ നടന്നവനല്ലേ, ചെവി കേൾക്കാത്തവനെ പോലെ നടന്നവനല്ലേ, കണ്ണ് കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ. അതുകൊണ്ട് പടച്ചവനെ ഇന്നും അങ്ങനെ തന്നെയാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അത് ഓതുന്നതിന് റബ്ബ് തരുന്ന പ്രതിഫലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. എന്നിട്ടതാ പറഞ്ഞു, സ്വഹാബികളോട് പറയുകയാ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വഹാബിയോട് പറഞ്ഞു, സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രി ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു നന്മ പഠിച്ചിട്ട് നമുക്ക് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സ്വഹാബികളോട് പറഞ്ഞു, സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ. പണ്ടൊക്കെ വീടിനകത്തിരുന്ന് മഗ്രിബ് കഴിഞ്ഞ ഖുർആൻ പാരായണം, വാഖിയ ഓതും, സജദ ഓതും, യാസീൻ ഓതും, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യും. ഇന്ന് വീടിനകത്തിരുന്ന് സീരിയൽ കണ്ടിട്ടുള്ള കരച്ചല വാപ്പയും ഉമ്മയും. എങ്കിലും നിങ്ങൾ പഠിക്ക്, മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വഹാബിയോട് പറഞ്ഞു, സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു തകാസുർ ഓതാൻ പറഞ്ഞു. സ്വഹാബി വര്യൻ സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൺതടങ്ങൾ നിറഞ്ഞ് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. സമയമായോ? അവസാനം പോരെ ഉസ്താദേ? അവസാനം എടുക്കാപ്പോ അതാകുമ്പോ ഒരു പതിവില് ഇപ്പോഴിട്ടേക്കല്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സദഖത്തു റദ്ദുൽ ബലായ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മളൊക്കെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരു വീഡിയോ കാണാം. ഗൾഫ് നാട്ടിൽ നിന്ന് ഒരു 5 പേര് നാട്ടിലേക്ക് വന്നു. ഒരു കുടുംബത്തിലെ 5 പേര് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. 5 ആംബുലൻസിനകത്താ വന്നത്. അല്ലാഹു അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സദഖത്തു റദ്ദുൽ ബലായ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് തരാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ വലിയ ശിക്ഷകൾ, ആ വലിയ പരീക്ഷണങ്ങളെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്നാണ്. നമ്മൾ പറയും മരുന്നില്ലെന്ന് രോഗത്തിന്. ആരാ പറഞ്ഞേ? മരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? രോഗങ്ങൾക്ക് സദക്ക കൊണ്ട് ചികിത്സിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് രോഗത്തിനെയും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയും. ഒരാൾ 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻ കയ്യെ പിടിച്ചിട്ട് പറയും കൊടുക്കരുത്. 70 ശൈത്താനെ തള്ളിക്കളഞ്ഞാൽ മാത്രമേ 1 രൂപ നമുക്ക് സദക്ക കൊടുക്കാൻ കഴിയൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസുകളും പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു നല്ല സദക്ക. അള്ളാഹുവേ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടരുത്, ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരരുത്. ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിക്കേണ്ട ഒരു രോഗം എനിക്ക് തരരുത് എന്ന നല്ല ഒരു നിയ്യത്തോടെ എല്ലാവരും അൽഹംദുലില്ലാഹ് അവരവരുടെ കയ്യിലുള്ളത്, പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിലും ഉണ്ടോ എന്ന് ഒരു നന്മ കേട്ടപ്പോ ഒന്ന് കൈയിട്ട അതിന്റെ പ്രതിഫലവും കിട്ടും. കൊടുത്തില്ലെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന്റെ പ്രതിഫലം അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്.
അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്ന് കരയുകയാണ്. സ്വഹാബികൾ എല്ലാവരും മുത്ത് നബിയുടെ ചുറ്റുഭാഗത്തിരിക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് കരയുകയാണ്. അതാ സ്വഹാബി ഖുർആൻ ഓതി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബാ നിങ്ങൾ എന്തുകൊണ്ടാണ് കരയാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കരയാത്തത്? സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങൾക്ക് കരച്ചില് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രണ്ടാമത് മോദാൻ. അതാ സ്വഹാബികൾ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. മുത്തുനബി കരയുന്നത് കണ്ടപ്പോ സ്വഹാബാക്കളിൽ പലരും അവിടുന്ന് കരയാൻ തുടങ്ങി. അതാ സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബാ നിങ്ങൾ കരയാത്തതെന്തേ സഹാബാ? അപ്പോഴാണ് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് കരച്ചില് വരുന്നില്ല നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് തുടങ്ങുന്ന ഈ ചെറിയ ഒരു അധ്യായം പാരായണം ചെയ്യുമ്പോ നിങ്ങൾ കരയണേ സ്വഹാബാ, നിങ്ങൾ കരയണേ സഹാബാ. കരച്ചല് വരുന്നില്ലേ? കരച്ചല് വരുന്നില്ലേ? ഫഇല്ലം തബ്കൂ ഫതബാകൂ. നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ അധ്യായം പാരായണം ചെയ്യുമ്പോ നിങ്ങൾ കരയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കരയണേ. നിങ്ങൾ കരയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കരയണേ. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും കരയാറില്ല. നമ്മൾ എത്ര ഓതിയാലും കരച്ചിൽ വരാറില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങള് സീരിയൽ കണ്ടിട്ട് കരയുമല്ലോ, കഥകൾ വായിച്ചിട്ട് കരയുമല്ലോ, രോഗികളെ കാണുമ്പോൾ കരയുമല്ലോ, ശരീരം വേദനിക്കുമ്പോൾ കരയുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ 114 അധ്യായങ്ങളിൽ ഒരധ്യായം പാരായണം ചെയ്യുമ്പോ നിങ്ങൾക്കൊന്ന് അഭിനയിക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊന്ന് അഭിനയിക്കാൻ കഴിയുമോ? ആ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പാരായണം ചെയ്യുമ്പോ കരഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആയത്തിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കടാ പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തകാസുർ പാരായണം ചെയ്യുമ്പോ അതിന്റെ അർത്ഥം നിനക്കൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാ. കരയുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാ. എത്രയോ മഹതിമാര് സീരിയൽ കണ്ടിട്ടിരുന്ന് കരയുന്ന പെങ്ങള്, സിനിമ കണ്ടിട്ടിരുന്ന് കരയുന്ന പെങ്ങള്, നോവല് വായിച്ചിട്ടിരുന്ന് കരയുന്ന പെങ്ങള്, എന്തേ നിന്റെ മുൻഗാമികളെ നീ മറന്നുപോയത്? നിനക്ക് ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് ഖദീജ ബീവിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് മൈമൂനയുടെ ചരിത്രം അറിയുമോ? പെങ്ങള് പഠിക്കണം പൊന്നുമോള്. നിന്നെ പോലെ ജീവിച്ചിരുന്ന പെണ്ണുങ്ങളായിരുന്നല്ലോ, അവർക്കും വികാര വിചാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നല്ലോ. നിനക്ക് നഫീസത്തുൽ മിസ്രിയാൻ അറിയുമോ? നഫീസത്തുമാ
മാല വായിച്ചിട്ടുണ്ടോ പെങ്ങള്? നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഈജിപ്തിൽ പോകുമ്പോ കാണാം പടച്ചവനെ മനോഹരമായ ഏറ്റവും വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കിടക്കുന്നുണ്ട് നഫീസ. ആ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ വഅദ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കൽ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിക്കുന്ന മനുഷ്യനവിടുന്ന് ഖുർആൻ ഓതുകയാ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ജനങ്ങളുടെ നടുവിൽ പിടഞ്ഞങ്ങ് താഴെ വീഴുകയാ. പടച്ചവനെ വഅദ് കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോയി. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ അവസാനം അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തിട്ട് മാറ്റുകയാ. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്ത് മാറ്റി മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് വന്നിട്ട് ആ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് ഖബർ കുടിക്കുകയാ. അല്ലാഹുവേ, ആരും കാണാതെ പാതിരാത്രി നഫീസ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിന്റെ അകത്ത് ഖബർ കുടിക്കുകയാണ്. പടച്ചവനെ കരയുകയാ. നഫീസത്തുൽ മിസ്രിയുടെ കണ്ടടത്തിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ആരും അറിയാതെ ഖബർ കുടിക്കുകയാണ്. പകല് മുഴുവനും നോമ്പാ, രാത്രിയിലാണ് ഖബർ കുടിക്കുന്നത്. ദിവസങ്ങളോളം പടച്ചവനെ അവിടുന്ന് ഖബർ കുടിക്കാൻ സമയമായി. അവസാനം ഖബർ കുടിച്ചു കഴിഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഓടിച്ചെന്നിട്ട് വുളുവെടുത്തിട്ട് അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങുകയാ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്നിട്ട് 10,000 റക്അത്ത് നമസ്കരിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. ഒരു വിളക്കും എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാ. കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖബറിൽ ഇറങ്ങിയിട്ടുണ്ടോടാ പൊന്നുമോനെ? ഇടയ്ക്കിടയ്ക്കൊക്കെ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തൊന്ന് പോകണം, ആ ഖബറിന്റെ അകത്തൊന്ന് ഇറങ്ങണം, ആ ഖബറിന്റെ അകത്തൊന്ന് ഇരിക്കണം. അപ്പോഴറിയാമടാ ഖബറിനെ കുറിച്ച് നിനക്ക് പഠിക്കാൻ കഴിയുന്ന സമയമാ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ വിളക്കുമെടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പാരായണം ചെയ്യുകയാ. അല്ലാഹുവേ, ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ നഫീസ ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിലിൽ ഇന്നലദൈനാ അൻകാലം വജഹീമാ ഈ ആയത്താണ് നഫീസ അധികമായിട്ട് പാരായണം ചെയ്തത്. ഇത് ഓതിക്കഴിഞ്ഞാൽ നഫീസ റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ അകത്ത് വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 4000 ഖത്തം ഓതിയവളാ നഫീസ. എല്ലാ ദിവസവും നോമ്പുകാരിയാണ്. പടച്ചവനെ, ഭക്ഷണം കഴിക്കാറില്ല, രാത്രി കാലങ്ങളിൽ ഉറങ്ങാറില്ല. പടച്ചവനെ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ എല്ലും തോലുമായി
സന്തോഷമായിരിക്കുകയാണ്. തന്റെ കുടുംബക്കാര് കടന്നു വന്നിട്ട് പറഞ്ഞു, നഫീസ നീ എത്ര സുന്ദരിയായിരുന്നു നഫീസ, കണ്ണൊക്കെ കുഴിഞ്ഞു പോയല്ലോ, നിന്റെ തൊലിയെല്ലാം കറുത്തു പോയല്ലോ, എല്ലും തോലുമായല്ലോ. നഫീസ എന്തിനാ എല്ലാ ദിവസവും നീ നോമ്പ് പിടിക്കുന്നത്? നിനക്കും ഉറങ്ങിക്കൂടെ? ഒരു രാത്രിയെങ്കിലും നിനക്കും ഉറങ്ങിക്കൂടെ? ഇല്ലെങ്കിലും നീ മരിച്ചു പോകുമെന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ കുടുംബക്കാര് ഉപദേശിക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വഅദ് കേൾക്കാമെന്ന ഉമ്മമാരെ, നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നു നഫീസ. ആ നഫീസ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ കുടുംബക്കാര് ഉപദേശിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവിനോട് രണ്ട് കാര്യമാ ചോദിക്കുന്നത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ 30 വർഷം പടച്ചവരെ ഖബറിനകത്തിരുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തത് രണ്ട് കാര്യമാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷം എന്തെന്നറിയുമോ? അല്ലാഹ് മരിക്കുന്ന ദിവസം എന്നെ നോമ്പുകാരിയാക്കണേ അല്ലാഹ്. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷമാണ്. രണ്ടാമത്തെ അഭിലാഷം എന്തെന്നറിയുവോ? ഖുർആൻ ഓതി മരിക്കണമല്ലാ. കുടുംബക്കാര് പിരിഞ്ഞു പോവുകയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവസാനം അവിടുന്ന് മരണമെടുത്തപ്പോ പോയിട്ട് കുളിച്ചു വൃത്തിയാവുകയാ. അവിടുന്ന് കുളിക്കുകയാണ്. എന്നിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന കഫൻ തുണിയും എടുത്തുകൊണ്ട് താൻ കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് പോയി കിടക്കുകയാ. അല്ലാഹുവേ, അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ റൂഹ് പിടിക്കാൻ അവിടുന്ന് സലാം പറയുകയാ. പെങ്ങളെ, 30 കൊല്ലം അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് നേടിയ കാര്യമാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോ നോമ്പുകാരിയാ. പടച്ചവനെ, അവിടുന്ന് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നഫീസയുടെ 30 കൊല്ലത്തെ അഭിലാഷമാണ് ഖുർആൻ ഓതി മരിക്കണമെന്ന്. അല്ലാഹ് ഖബറിന്റെ അകത്തിരുന്ന് ഓതിയ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ. ലഹും ദാറുസ്സലാം റബ്ബിഹിം വഹും വലിയുഹും. പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതുകയാ. ഇത് സിനിമ കഥയല്ലല്ലോ, ഇത് സീരിയൽ നടി പറഞ്ഞ കഥയല്ലല്ലോ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചു നോക്ക്. നഫീസത്തു മാല വായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ പെങ്ങളെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് അവിടുന്ന് പച്ചപ്പറവകളെ പോലെ പറന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ ഇവരെയാണ് നീ മാതൃകയാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, സമയം കിട്ടുമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതുണ്ടല്ലോ. പടച്ചവനെ, മക്കത്തും മദീനത്തും പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീഡിയോകൾ യൂട്യൂബിൽ കാണാൻ കഴിയുമല്ലോ. ഒന്ന് കേട്ടു നോക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഇമാമുമാര് നിന്ന് തേങ്ങുന്ന തേങ്ങല് കാണോ. പടച്ചവനെ, നിലവിളിക്കുന്ന കരച്ചില് കേൾക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നിങ്ങൾ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ. കരച്ചല് വരുന്നില്ലേ, കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ
അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂറത്തു തകാസുർ അൽഹാകുമുത് തകാസുർ എന്ന് തുടങ്ങുന്ന സൂറത്ത്, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം. നമുക്കൊണ്ട് കരയാൻ പറ്റൂല, നമ്മൾ ആരും കരയൂല, കാരണം അത്രയ്ക്കൊന്നും ഈമാൻ നമുക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടൊന്ന് അഭിനയിക്കണം. കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിച്ച നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയുന്നവരെ പോലെ അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ശബ്ദം ഇതിനെക്കാളും വലിയ വിളി ഇവിടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ നമ്മൾ കിടന്ന് കൂവും. ഒരു പ്രയോജനം ഇല്ല. അതുകൊണ്ട് കൂവിയിട്ട് ഒരു കാര്യമില്ല, കേൾക്കേണ്ടവന്മാര് കേൾക്കുന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ ഖുർആനിലെ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയാൻ പറ്റുമെങ്കിൽ കരയണം, ഇല്ലെങ്കിൽ അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തു. പറഞ്ഞങ്ങാതി അങ്ങട്ട് ഇൻഷാ അല്ലാഹ് പറ. ഇത്ര ശബ്ദമുള്ളോ? അള്ളാഹുവെ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അപ്പൊ അറിയല്ലേ, അപ്പൊ പറയാനറിയാം. കൂടെ കൂടിയിരിക്കണ ശൈത്താൻ ഇറങ്ങിപ്പോയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ശൈത്താനെ ഇറക്കി വിടുന്ന ആയത്തില്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇട നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീട്ടിലും കൂടിയിരിക്കണ ശൈത്താനെ ഇറക്കി വിടാൻ വരെ ഖുർആനിൽ ആയത്തുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതായത്ത? പൈസ ഒന്നും വേണ്ട, മന്ത്രവാദവോ കൂടോത്രവോ മുട്ട കൊഴിക്കലോ ഒന്നും വേണ്ട. ഞാൻ പറയുന്ന ഒരായത്ത് നിങ്ങളുടെ വീട്ടിലോട്ട് കേറണ സമയത്ത് ഓതിയാ മതി. അതിനകത്ത് കൂടിയിരിക്കണ ശൈത്താൻ ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓതുവോ? അതെങ്ങനെ ഉസ്താദെ? ഞാനും അവനും തമ്മിലുള്ള ബന്ധം അതല്ലേ? ഞാനും ഇബ്ലീസും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ഞങ്ങൾ കൂട്ടുകാരെ എങ്ങനെ ഇറക്കി വിടാ അല്ലേ? ഇവിടെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതിയാ മതി. ഞാൻ പറയുന്ന ഈ ആയത്ത്, നിങ്ങൾ ഇത് ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ആര് പഠിപ്പിച്ചെന്നറിയോ? മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകൻ അവിടെ നിന്ന് ജോലി കൊടുത്തു കുറച്ച് സാധനങ്ങൾക്ക് കാവല് നിൽക്കാൻ. അബൂ ഹുറൈറ തങ്ങൾ രാത്രി ഇങ്ങനെ കാവല് നിൽക്കുമ്പോ ഒരാള് ചാക്ക് കൊണ്ടുവന്ന് വാര്യ മോഷ്ടിക്കുക. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഓനക്കരെ പിടിച്ചു, കള്ളനെ പിടിച്ചു. വാടാ, എന്നെ മുത്ത് നബിയുടെ മുന്നിൽ കൊണ്ടുപോകും, വാടാ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ പട്ടിണിയാ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പട്ടിണിയാ, ദാരിദ്ര്യമാ, അതുകൊണ്ട് വന്നതാ, എന്നെ വെറുതെ വിടണം. വെറുതെ വിട്ടു. ഇനി മേലാ നീ എടുത്തു പോരുത്. രണ്ടാമത്തെ ദിവസം ഇവ മൂട്ടിക്കാൻ വന്നു, അന്നും പിടിച്ചു. അപ്പൊ പറഞ്ഞു, പെണ്ണുപിള്ള ഈ മക്കളും വിശന്ന് കരയ, കരച്ചല് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ വന്നതാ, നിനക്ക് പട്ടിണി അറിയണല്ലേ, നീയും പട്ടിണി കിടന്നിട്ടില്ലേ. അന്നും ആ സാധു വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും വന്നു, അന്ന് പിടിച്ചു. പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വിടൂല, 2 വട്ടം ഞാൻ നിന്നെ വെറുതെ വിട്ടു, ഇനി നിന്നെ ഞാൻ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിച്ചു തരും. അപ്പൊ ഈ ചങ്ങാതിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ പറ്റൂല. അപ്പൊ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ തങ്ങൾക്ക് ഇൽമെന്ന് പറഞ്ഞ വലിയ ആർത്തിയ, പഠിക്കാൻ വലിയ ആഗ്രഹം. ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം, ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് പാരായണം ചെയ്താൽ ഇബ്ലീസിന്റെ ശർറു മാറും, ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇത് കേട്ട ഉടനെ ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, തീർന്നു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടുയില്ലേ? നബിയെ, 2 പ്രാവശ്യം കരഞ്ഞുകൊണ്ട് വിട്ടു, 3ാമത് എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബിയിന റസൂലുള്ളാഹി. അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണ്. ഏതായത്താ? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ആര് പാരായണം ചെയ്യുന്നു? ഇന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോയി വീടിനകത്ത് കേറുന്ന സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ഇബ്ലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ കടന്നുറങ്ങാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട് നോക്കിക്കൊള്ളണം. ആ മക്കളെ, നമുക്കെല്ലാം കൂടെ പോകാം, ഇവിടെ നല്ല ആൾക്കാർ വന്നു തുടങ്ങി, ഇനി പറ്റൂല എന്ന് പറഞ്ഞ് ഇബ്ലീസ് തന്റെ മക്കളെയും വിളിച്ചു കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോദിയ
വീട്ടിൽ കൂടിയിരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കാം. ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കണ ഇറക്കാം. എല്ലാവരും ഒരു ആയത്തുൽ കുർസി ഓതിക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞേ? ഒരായത്ത്, ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഓതുന്ന സമയത്ത് കരയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് കരഞ്ഞൂടെ? കരയാൻ പറ്റൂല, അഭിനയിച്ചാൽ മതി. കരയണ്ട, അഭിനയിച്ചാൽ മതി. പ്രതിഫലം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നല്ല മരണത്തെക്കുറിച്ച് പറയുന്നവരാണ്. ഉസ്താദെ, എൻ്റെ വാപ്പ വെള്ളിയാഴ്ചയാണ് മരിച്ചത്, എൻ്റെ ഉമ്മ റമദാൻ മാസത്തിലാണ് മരിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ഉസ്താദെ, സംസം വെള്ളം കുടിച്ചു ഉസ്താദെ, ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവി മരിച്ചാൽ നിനക്ക് വല്ലതും കിട്ടും? നമുക്കൊന്നും കിട്ടൂല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല മരണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. എങ്കിലും നമുക്ക് ആഗ്രഹമില്ല ഒരു നല്ല മരണം വേണമെന്ന്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. നമുക്ക് ആ സ്വഹാബിയുടെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവേ, 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. നമ്മളെ പോലെ ജനിച്ചപ്പോഴേ മുസ്ലിമല്ല, 30ാമത്തെ വയസ്സിലാണ് ഈ സ്വഹാബി മുസ്ലിമാകുന്നത്. പടച്ചവനെ 8 കൊല്ലമോ 6 കൊല്ലമോ പടച്ചവനെ ഈ സ്വഹാബി ആകെ മുസ്ലിമായി ജീവിച്ചിട്ട് തുച്ഛമായ വർഷമാണ് ഈ സ്വഹാബി മുസ്ലിമായിട്ട് ജീവിച്ചത്. പക്ഷേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഈ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ, അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാ. പടച്ചവനെ, ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം അവിടുന്ന് കുലുങ്ങുകയാ. പടച്ചവനെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് നിയ്യത്ത് ചെയ്തവരെ, നിനക്ക് അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈമാനുള്ള ഒരു മരണമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാനുള്ള ഭാഗ്യമാണ്. പടച്ചവൻ നിനക്കൊരു നല്ല മരണം തരികയാണ്. ഈ ഖുർആൻ ഓതാൻ പറ്റുമോ? ഈ പരിശുദ്ധമായ അധ്യായം പാരായണം ചെയ്യാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യമാണ്. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എല്ലാവരും കരയുന്ന ദിവസം നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. എല്ലാവരും കരയുന്ന ദിവസം നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്. എല്ലാവരും കരയുമ്പോ ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് നൽകുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്റെ മയ്യത്തെടുക്കുമല്ലോ. വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ. അത് കഴിഞ്ഞു റബ്ബേ,
നല്ലതുപോലെ കുളിപ്പിച്ചു സുഗന്ധം തേച്ചു നിന്നെ പടച്ചവനെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് നിന്റെ ജനാസ 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുമല്ലോ. എന്നിട്ട് കുറച്ചു പഞ്ഞിയെടുക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കുകയാ. നിന്റെ വാപ്പ പറയുന്നു കാണണ്ടവരൊക്കെ കണ്ടോ, കാണണ്ടവരൊക്കെ കണ്ടോ. പൊതിയാൻ പോകുകയാണ്. എല്ലാവരും നിന്നെ കാണാൻ അടുത്തേക്ക് വരികയാണ്. കുറച്ചു സമയം കഴിയുമ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറയുന്നു കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാൻ. നിന്റെ വീടിന്റെ പുറത്തൊരു വാഹനം വന്നോ. പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു മലർത്തി കിടത്തി. എന്നിട്ട് 6 പേര് തോളിലേക്ക് ഉയർത്തുമല്ലോ. വീടിനകത്ത് നിന്ന് നിലവിളി കേൾക്കുന്ന ശബ്ദമാ. ആ സമയത്താണല്ലോ ഒരു മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയം. അപ്പോഴാ അല്ലാ മക്കളുപ്പ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. കൂടപ്പറപ്പുകൾ കരയുന്നുണ്ട്. പടച്ചവനെ ഭാര്യ കിടന്ന ഭർത്താവിനെ വിളിച്ച് കരയുന്ന സമയമാ. ഉമ്മയും നിലവിളിയാണ്. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. എല്ലാവരും നിലവിളിക്കുന്ന സമയമാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ചിലരുടെ മയ്യത്ത് ചുമക്കുന്ന സമയത്ത് ഭാരം തോന്നാറില്ല. ചിലരുടെ ജനാസ ചുമക്കുമ്പോ മയ്യത്തിന് ഭാരം അനുഭവിക്കാറില്ല. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച മനുഷ്യ, നിന്റെ മയ്യത്ത് ചുമക്കാൻ മലക്കുകൾ വരും. മുസ്ലിമേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാണ്. പക്ഷേ സഅദിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയാ. കാണുന്നവർ മുഴുവനും മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല. കൊതിപ്പിക്കുന്ന മരണമായിരുന്നു, അത്ഭുതപ്പെടുത്തുന്ന മരണമായിരുന്നു. ഉറങ്ങിക്കിടക്കുന്നവനെ പോലെ സഅദ് തങ്ങൾ കിടക്കുകയാണ്. പടച്ചവനെ, മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തള്ളവരള കുത്തിയിട്ട് നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിരള കുത്തിയിട്ടാണ് നടന്നു പോകുന്നത്. അതാ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. സ്വഹാബാ, മലക്കുകളാണ് മയ്യത്ത് ചുമന്നത്. സ്വഹാബാ, എനിക്ക് കാലുകുത്താ സ്ഥലമില്ല. 70,000 മലക്കുകൾ വന്നിരിക്കുകയാണ്. 70,000 മലക്കുകൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ചുമക്കാൻ അവിടുത്തെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പടച്ചവനെ മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം അല്ലാഹുവിന്റെ പ്രവാചകന് നടക്കാൻ സ്ഥലമില്ലായിരുന്നു. മുത്തുനബി അവിടുത്തെ തള്ളവിരൽ കുത്തിക്കെട്ടാണ് നടന്നു പോയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കം
നടക്കുന്നതിന് വേണ്ടി ഖബർ കുഴിക്കുകയാ. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. സഅദ് തങ്ങളുടെ ഖബർ കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് പോലും സുഗന്ധമാ. പടച്ചവനെ, നാടും വീടും വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഫിൽമ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയണോ മക്കളെ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവരെ, മുത്തുനബിയുടെ ഹദീസ് പഠിക്കുന്ന മക്കളെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കാൻ അവിടുന്ന് ഖബർ കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് പോലും സുഗന്ധമാ. ഈ ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാനം ഖബറിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുകയാണ്. അവസാനം ഖബറിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുത്തിട്ട് ആരും കാണാതെ തന്റെ മടിയിൽ വെക്കുകയാ. അവിടുന്ന് ഖബറടക്കി, അവിടുന്ന് ഖബറടക്കി. അല്ലാഹുവേ, വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. ഈ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, എല്ലാവരും കരഞ്ഞ ദിവസം നിന്റെ മുഖത്ത് പുഞ്ചിരിയാ, നിന്റെ മയ്യത്ത് ചുമക്കാൻ മലക്ക് വന്നല്ലോ, നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാറ്, ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാറ് നീ എന്ത് നന്മയാണ് ചെയ്തതെന്ന് സഅദ് തങ്ങളോട് ചോദിക്കുമ്പോ ആ ഖബർ കുടിച്ച മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ഓതിയ ഖുർആനും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ, ഖുർആൻ ഓതിയതിന് എന്റെ റബ്ബ് എനിക്ക് തന്ന പ്രതിഫലമാ. ഉപ്പമാരേ, നിങ്ങൾ ഇന്ന് മുതൽ ഈ സൂറത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്താദ്യമായിട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയ ഒരു സ്വഹാബിയുടെ ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയുണ്ടല്ലോ, ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറയുന്നത് കേട്ടപ്പോഴാ അവിടുന്ന് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഖുർആൻ ഓതിയിട്ട് കരയണേ, കരച്ചല് വരുന്നില്ലേ, കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണേ, അതിനെ നിങ്ങൾ ആദരിക്കണേ, അതിനെ നിങ്ങൾ ബഹുമാനിക്കണേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്തിരുന്ന പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ തന്റെ വീടിനകത്ത് കടന്നു വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ഖുർആനിന്റെ മനോഹരമായ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ മുകളിലാ. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും തന്റെ കയ്യിലിരുന്ന ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഷഹീദായ സ്വഹാബിയാ. അതുകൊണ്ട് അവര് കിടക്കുന്ന സ്വർഗം വേണോ? ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കണോ? ജീവിതത്തിൽ ഇന്ന് വരെ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും തനിച്ചുമല്ല നമ്മൾ ഒരുപാട് പാപം ചെയ്തല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കണോ?
പൊറുക്കാനുള്ള വഴി എന്താ? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അൻ-നഈം. കരയണേ ഉപ്പാ, കരയണേ പെങ്ങള്, അഭിനയിക്കടാ ചെറുപ്പക്കാരാ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതം തകർന്നു പോകുമല്ലോ. പഠിച്ചവരെ, ഇന്ന് രാവിലത്തെ പത്രമെടുത്ത് നോക്ക്. ഇവിടെ ഒരു പത്രം ഇരിക്കുന്നുണ്ട്. ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കാണുന്ന വാർത്ത എന്താ? കുടുംബത്തോടൊപ്പം പോയാ പടച്ചവനെ സൈനിക നേതാവിന്റെ മയ്യത്ത് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതും തീർന്നില്ലേ? ഗൾഫുകാര് നാട്ടിലേക്ക് വരുമ്പോ കുടുംബക്കാര് വണ്ടിയുമായി എയർപോർട്ടിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. ലഗേജുമായി വരുന്നവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് തമാശകൾ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാലമല്ലേ. എന്നാൽ ഇന്നലെ ഒരു കുടുംബത്തിലെ 5 പേര് ഒരുമിച്ച് വന്നോ. വാപ്പയും ഉമ്മയും 3 മക്കളും. അല്ലാ, 3 ആംബുലൻസ്, അതാ 5 ആംബുലൻസിന്റെ അകത്ത് കയറ്റിയിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം കണ്ടവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. മരിക്കാൻ ക്യാൻസർ വേണ്ട, ട്യൂമർ വേണ്ട, ഒരു രോഗവും വേണ്ട. തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. ഒരു രോഗവുമില്ലാത്തവർ പടച്ചവരെ, രാവിലെ ഇറങ്ങി പോകുന്നവന് വൈകിട്ട് കാണുന്നില്ല, വൈകിട്ട് കിടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. ഒരു തലവേദന പോലും ഇല്ലാത്ത മനുഷ്യന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്ന കാലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണേ വാപ്പാ. പ്രായം കുറെ ആയില്ലേ, അതാ മരണത്തിന്റെ അടയാളം വന്നില്ലേ. മുടി നരച്ചില്ലേ വാപ്പാ, അത് മരണത്തിന്റെ അടയാളമല്ലേ. എന്തുകൊണ്ടാ നിനക്ക് നന്നാകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? 40 വയസ്സ് കഴിഞ്ഞവൻ തെറ്റ് ചെയ്താൽ അവന് ഇരട്ടി ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിനോട് ദുആ ചെയ്യാ പോകുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണേ, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണേ. 36 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ കൊറോണ കൂടിയിട്ട് ലെൻസിൽ മുഴുവനും ബാധിച്ചിട്ട് അതാ ഹോസ്പിറ്റലിന്റെ ഐസിയുവിന്റെ അകത്ത് കിടക്കുകയാ. ഡോക്ടർമാര് പറഞ്ഞു മരണമെടുത്തിരിക്കുകയാണ്, ഇനി ഒരു രക്ഷയുമില്ല. 48 മണിക്കൂറിന്റെ മുമ്പ് ഈ മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞ് എഴുതി തെള്ളുകയാ. 36 വയസ്സുള്ള 2 പിഞ്ചു മക്കളുള്ള ചെറുപ്പക്കാരനായ ഉസ്താദ് ഐസിയുവിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവേ, ആ മുസ്ലിമായ ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ച് കരയുകയാ. പടച്ചവനെ,
മരിക്കാൻ മരണമെടുത്തത് കൊണ്ട് കരയുകയാണെന്ന് കരുതിയിട്ട് ഡോക്ടർ അടുത്തു പോയി നിന്ന് സമാധാനിപ്പിക്കുകയാ. 36 വയസ്സുള്ള ഉസ്താദ്, അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച ഉസ്താദ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അവസാന സമയം ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് കരയുകയാ. നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മരണം അടുത്തു, ഇനി മരുന്നുകളൊന്നുമില്ല, കുടുംബക്കാരോട് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഉസ്താദ് കിടന്ന് കരയുമ്പോ ഈ അമുസ്ലിമായ ഡോക്ടർ അടുത്തു പോയി നിന്നിട്ട് വിചാരിച്ചു മരിക്കാൻ പേടിയായതുകൊണ്ടായിരിക്കും. അടുത്തു പോയി നിന്നിട്ട് സമാധാനിപ്പിച്ചു. ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു, എല്ലാ മരുന്നുകളും കൊടുത്തു, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തെ ഓർത്തിട്ട് നിങ്ങൾ കരയുകയാണോ? ആ സമയത്ത് ആ ഉസ്താദ് പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ എൻ്റെ കുടുംബത്തെയോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. അതെപ്പോഴായാലും എൻ്റെ മരണം വരും. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയണേ? ഞാൻ എൻ്റെ വയല് നിർത്തുകയാ. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണേ? ആ 36 വയസ്സുള്ള ഉസ്താദ് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, മരിക്കാൻ പോകുകയല്ലേ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുകയല്ലേ, എൻ്റെ കയ്യിൽ അമലുകളില്ലല്ലോ, എൻ്റെ കയ്യിൽ അമലുകളില്ലല്ലോ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് കരയുമ്പോ കുടുംബക്കാര് ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? എന്തിനാ തങ്ങളെ കരയണേ? നിങ്ങൾ നല്ല മനുഷ്യനല്ലേ, എന്തിനാ കരയണേ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാത്ര വലുതാണല്ലോ, എൻ്റെ കയ്യിൽ നന്മയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു, ഈ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ രാത്രി നീ മരിച്ചുപോയാൽ നിനക്ക് രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും വട്ടപൂജ്യമേ ഉള്ളൂ. ജീവിതത്തിൽ നിസ്കരിച്ച ഒരു റക്അത്ത് നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴെങ്കിലും പറഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയാം സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്തിരുന്ന് നെളിയുന്ന സഹാബത്തിനോട് പറഞ്ഞൊരിക്കെ സഹാബികൾ ചിരിക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തി, ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ വലുപ്പം കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട. ഒരുപാട് നിസ്കാരവും ഖുർആൻ പാരായണവും നോമ്പും സദഖയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും നെളിയണ്ട. അത് സ്വീകരിച്ചോ എന്ന് നിങ്ങൾക്ക് ആർക്കും ഉറപ്പില്ലല്ലോ.